ഓക്കെ, നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരാം. ഇന്ന് വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുള്ളൊരു മാർക്കറ്റാണ്. അതായത് നമ്മളുടെ ലൈൻസ് നമുക്ക് കറക്റ്റായിട്ട് ഇന്നൊരു നല്ലൊരു അപ്പ് മൂവ്മെൻറ്റും അതുപോലെ നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റും ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് മൂവ്മെൻറ്റും നമുക്ക് ഇതിലൂടെ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു സെക്ഷൻ ഒന്ന് നോക്കിക്കേ. എങ്ങനെയാണ് രാവിലെ തന്നെ ഒരു അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാകുകയും അതിനുശേഷം ഒരു മോർണിംഗ് സെഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു ഡൗൺ മൂവ്മെൻറ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിൻ്റെ ആൻസർ നമുക്ക് ബോൾ ലൈൻ സ്ട്രാറ്റജിയിൽ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ആൻസറുണ്ട്. നോക്കിക്കോളൂ. നമ്മൾ ആദ്യം നിഫ്റ്റിയുടെ നമ്മളുടെ നമ്മളുടെ ഇൻഡെക്സിൻ്റെ ഗ്രാഫ് എടുക്കുക. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗ്രാഫാണ്. ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡെക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ബോൾ ലൈൻ സ്ട്രാറ്റജി അറിയാത്തവർ നമ്മളുടെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് സ്ട്രാറ്റജി എന്താണെന്ന് ഉള്ളത് പഠിക്കണം. അപ്പോൾ നോക്കിക്കോളൂ, നമ്മളുടെ ബാങ്ക് നിഫ്റ്റി ആദ്യത്തെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ തന്നെ ഇതാണ് മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ ആ മാക്സിമം ലെവലിൽ എത്തി നിൽക്കുകയാണ്. രണ്ടാമത്തെ ക്യാൻഡിൽ അതിനെ ബ്രേക്ക് ചെയ്യുകയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്ട്രൈറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഹറി ആയിട്ട് എൻ്റർ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിലാണ് നമുക്ക് ലോസ് വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അത് ബ്രേക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടാണ് അതിനകത്തേക്ക് എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നിഫ്റ്റി ബ്രേക്കിംഗ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ 15 മിനിറ്റ്സ് കഴിഞ്ഞ് ബ്രേക്കിംഗ് ആണ് കാണിക്കുന്നത്. നിഫ്റ്റി 50 ആണെങ്കിൽ ഓൾറെഡി അതിൻ്റെ ബോൾ ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലാണ് നിൽക്കുന്നത്. അവിടുന്ന് ഒരു കൺസോൾട്ടേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 15 മിനിറ്റ്സിൽ അത് ഇതിൻ്റെ ഒരു നടുഭാഗത്തായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി ബാങ്ക് നിഫ്റ്റി അതിൻ്റെ മാക്സിമം ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിഫ്റ്റി അതിൻ്റെ മാക്സിമത്തിലേക്കെങ്കിലും വരും, അല്ലെങ്കിൽ അതിനെ തൊട്ടടുത്തെങ്കിലും വരും എന്നുള്ള ലെവൽസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിനൊരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മളുടെ ഫ്യൂച്ചർ ആദ്യത്തെ 15 മിനിറ്റ്സിൽ തന്നെ അതിൻ്റെ രണ്ട് ലൈൻസും ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതും ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ബോൾ ലൈന് മുകളിലാണ് നിൽക്കുന്നത്. ഫിനിഫ്റ്റി സർവീസ് നമുക്ക് എന്താ കാണിച്ചിരിക്കുന്നത്? ആദ്യത്തെ 15 മിനിറ്റ്സിൽ തന്നെ ബോൾ ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡെക്സുകളെല്ലാം ബോൾ ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് കണ്ടുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ചാടി കയറിയ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ സ്ട്രൈക്കിൻ്റെ ലെവൽസ് ഇല്ലാത്തവർക്ക് ഇനി എത്രത്തോളം ഇത് മൂവ്മെൻറ്റ് ഉണ്ടാകുക, മൂവ്മെൻറ്റാണ് നമ്മൾ കണ്ടുപിടിച്ചു, ഇനി എത്രത്തോളം മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് അടുത്ത നിഫ്റ്റി 50യുടെ ആ ഒരു ലെവൽ വരെ നമുക്ക് നോക്കി നിൽക്കാമെന്നുള്ളത്. നെക്സ്റ്റ്, അപ്പോൾ നമ്മളുടെ ഇൻഡെക്സിൻ്റെ ചാർട്ട് പ്രകാരം നമുക്ക് ഒരു അപ്പ് മൂവ്മെൻറ്റുമാണ് കാണുന്നത്. സ്ട്രൈക്കിലേക്ക് വന്നത് കൺഫേം ചെയ്താൽ മാത്രമേ നമുക്കത് അപ്പ് മൂവ്മെൻറ്റ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സി ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സി ട്രേഡ് നോക്കാം. സി ട്രേഡിൻ്റെ ഗ്രാഫുകൾ നോക്കാം. ആ ഗ്രാഫും ഓക്കെ പറയുകയാണെങ്കിൽ മാത്രം സി ട്രേഡിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. സി ട്രേഡ് നമ്മൾ ഇന്നത്തെ വീക്കെൻഡ് സി ട്രേഡ് നമ്മൾ നോക്കുന്നു. വീക്കെൻഡ് സി ട്രേഡ് നമ്മൾ ആദ്യത്തെ 15 മിനിറ്റ്സിൽ വീക്കെൻഡ് സി ട്രേഡ് നോക്കിക്കേ. അതിൻ്റെ ഫുൾ എമൗണ്ടും ഓക്കെ ആക്കിയിട്ട് അത് തിരിച്ചു വന്നു. ഫുൾ എമൗണ്ട് ഓക്കെ ആക്കി അത് തിരിച്ചു വന്നതിന് ശേഷം അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണ്. കണ്ടോ, ബോൾ ലൈന് മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണ്. എന്നാൽ ബോൾ ലൈന് താഴത്തേക്ക് അത് വന്നിട്ടില്ലാത്ത അവസ്ഥയാണ്. ബോൾ ലൈന് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥവും നമുക്ക് എന്താണ് കാണിക്കുന്നത്? ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് സി കാണിക്കുന്ന ആദ്യ 15 മിനിറ്റ്സിൽ. അതിൻ്റെ മന്ത് എൻഡ് സി നമുക്ക് നോക്കാം. മന്ത് എൻഡ് സിയിലും ഇത് തന്നെയാണ് കാണിക്കുന്നത്. ആദ്യത്തെ 15 മിനിറ്റ്സിൽ എന്താ കാണിച്ചിരിക്കുന്നത്? മുകളിലേക്ക് തന്നെയാണ്, ബോൾ ലൈന് മുകളിൽ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഇത് ഓക്കെ ആണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സി ട്രേഡിലേക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സി ട്രേഡ് നമ്മളുടെ വീക്കെൻഡ് സി ട്രേഡ് രണ്ട് ലൈൻസും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. ദെൻ നമ്മളുടെ മന്ത് എൻഡ് സി ട്രേഡ് അതുപോലെ സിയുടെ രണ്ട് ലൈൻസിനെയും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സി ഇനിയും അപ്പ് മൂവ്മെൻറ്റും കാണിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ എന്തെടുക്കാൻ പറ്റും? സിയിലേക്ക് എൻ്റർ ചെയ്യുക. അതേസമയം പിയുടെ ഗ്രാഫുകൾ നോക്കിക്കോളാം. പിയുടെ ഗ്രാഫ് ഇതേ നോക്കിക്കേ. മന്ത് എൻഡ് പിയുടെ ഗ്രാഫ് താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ റിജക്ഷനോ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കുറച്ചും കൂടി താഴത്തേക്ക് ഇടിയാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ വീക്കെൻഡ് നോക്കുകയാണെങ്കിൽ ഓൾറെഡി പി താഴേക്ക് പോയി കഴിഞ്ഞു. രണ്ട് ബ്രേക്ക് താഴേക്ക് പോയി കഴിഞ്ഞു.
അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ നോക്കാം. നിഫ്റ്റിയുടെ പിയും ഇതുപോലെ തന്നെ ബോൾ ലൈനിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നു. വീക്കെൻഡ് മന്ത് എൻഡും അതുപോലെ തന്നെ താഴത്തേക്കും. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് ഉറപ്പിക്കാം പി താഴത്തേക്കും സി മുകളിലേക്കും കാണിക്കുന്ന സ്ട്രൈക്കുകൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ഇത് സി ട്രേഡ് ആണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ സി ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സി ട്രേഡ് നമ്മൾ നോക്കൂ. വീക്കെൻഡ് സി നമ്മൾ നോക്കൂ, ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ ഇനി എത്രത്തോളം ഇത് പോകും നമ്മൾ എങ്ങനെ കാത്തിരിക്കും? അടുത്ത സി നോക്കൂ, മന്ത് എൻഡ് സി നോക്കിക്കുക. മന്ത് എൻഡ് സിയും ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ ഇത് എവിടം വരെയാണ് നമ്മളൊരു ബ്രേക്കിംഗ് ഉള്ളത്? അടുത്ത പിയുടെ ഗ്രാഫ് നോക്കൂ. പിയുടെ ഗ്രാഫും താഴേക്ക് മന്ത് എൻഡും ബ്രേക്ക് ചെയ്തു, ദെൻ വീക്കെൻഡും ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ എവിടം വരെയാണ് ഇത് റൈഡ് ചെയ്യുക? ഒരു റൈഡിങ് പൊസിഷൻ ഉണ്ട്. ആ റൈഡിങ് പൊസിഷൻ വരെ അത് പോകത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ 4 ഗ്രാഫുകൾ നോക്കുമ്പോൾ 4 ഗ്രാഫുകളും നമ്മൾ തന്ന ലൈൻസിനെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇനി അതിൻ്റെ റൈഡിങ് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത പൊസിഷനായ നിഫ്റ്റിയിലേക്ക് നോക്കാം. നിഫ്റ്റിയുടെ സി ട്രേഡ് നോക്കൂ. നിഫ്റ്റിയുടെ സി ട്രേഡും അതിൻ്റെതാ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ 2 ലൈൻസിനെ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്കിംഗ് ലൈൻസിനെ ബ്രേക്ക് ചെയ്യുന്നു. പക്ഷേ ദെൻ അതിൻ്റെ മന്ത് എൻഡ് നോക്കൂ. മന്ത് എൻഡ് സി ട്രേഡ് കറക്റ്റ് അതിൻ്റെ പൊസിഷനിൽ വന്നിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്തത്. അവിടുത്തെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുപോലെ പി ട്രേഡുകളെ നോക്കൂ. അതിൻ്റെ ലെവൽസിൽ വന്ന് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഈ ബ്രേക്കിംഗ് ലെവൽസ് നോക്കാനായിട്ടുള്ള അടുത്ത വഴി എന്ന് പറയുന്നത് നിഫ്റ്റിയെ നോക്കുക എന്നുള്ളതാണ്. നിഫ്റ്റിയുടെ സ്ട്രൈക്കുകളെ നോക്കുക. നിഫ്റ്റിയുടെ സ്ട്രൈക്കിൽ ആദ്യം വീക്കെൻഡ് സ്ട്രൈക്ക് നോക്കുക. വീക്കെൻഡ് സ്ട്രൈക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മന്തിൻ്റെ സ്ട്രൈക്കിലേക്ക് നോക്കുക. മന്തിൻ്റെ സ്ട്രൈക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. കണ്ടോ, സിയുടെ സ്ട്രൈക്ക് ബ്രേക്ക് ചെയ്യുന്നില്ല. അവിടെ നിന്നൊരു റിജക്ഷനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ സി എപ്പോഴും ബ്രേക്ക് ചെയ്യണം. ഈ മന്തിൻ്റെ, അതായത് ബാങ്ക് നിഫ്റ്റി നോക്കി, ബാങ്ക് നിഫ്റ്റിയുടെ മന്തിൻ്റെയും വീക്കെൻഡും സിയും പിയും ഒക്കെ ക്രോസ് ചെയ്തു. സോ ഇനി നമുക്ക് നോക്കാനുള്ള നിഫ്റ്റിയാണ്. നിഫ്റ്റിയുടെ സിയിലേക്ക് നോക്കുമ്പോൾ വീക്കെൻഡ് ക്രോസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മന്തിൻ്റിലേക്ക് നോക്കി മന്തിൻ്റെ ക്രോസ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു ലെവലിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം. നിങ്ങളുടെ സി പൊസിഷനെ നിങ്ങൾ കട്ട് ചെയ്യാം. ഒരുപക്ഷെ ഇനിയും ബ്രേക്ക് ചെയ്യാം അങ്ങോട്ട്, പക്ഷേ ഇവിടെ വെച്ച് നമ്മളുടെ ഒരു സേഫ് പൊസിഷൻ എന്ന രീതിയിൽ ഇതിനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്കൊരു സി പൊസിഷൻ എടുക്കാം. ഇവിടെ വെച്ചിട്ടൊരു സി പൊസിഷന് വീണ്ടും എടുക്കാം. പക്ഷേ ആ സി പൊസിഷൻ എന്ന് പറയുന്നത് അടുത്ത പി, 2 ബ്രേക്ക് ചെയ്യാതെ നിൽക്കുന്ന പി ഉണ്ടല്ലോ, അതായത് വീക്കെൻഡും മന്തിൻ്റും ബ്രേക്ക് ചെയ്യാതെ നിൽപ്പുണ്ട്. മിക്കവാറും ഈ ഒരു വീക്കെൻഡ് ബ്രേക്ക് ചെയ്യും. പക്ഷേ ഈ മന്തിൻ്റെ ഒരിക്കലും ബ്രേക്ക് ചെയ്യാതെ, ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് ബ്രേക്ക് ചെയ്യാതെ നിൽക്കുക. അതായത് ഈ മന്തിൻ്റെ പി ഇവിടെ എത്തുമ്പോൾ നിങ്ങളുടെ സി പൊസിഷനെ കട്ട് ചെയ്യുക. അതാണ് നമ്മൾ റൈഡിങ് പൊസിഷൻസ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഇതുപോലെ നമ്മൾ തരുന്ന ലൈൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മാക്സിമം അതിനെ സ്കോർ ചെയ്യാൻ സാധിക്കും. സ്കോർ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടായിരിക്കണം? നമുക്ക് അതിനൊരു ലെവലുണ്ട്. ആ ലെവലിനപ്പുറത്തേക്ക് അത് പോവില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്ട്രൈക്കുകളെ നോക്കിക്കൊള്ളുക. ഇപ്പോൾ സി ആണ് നിങ്ങൾ എടുത്തെങ്കിൽ സിയുടെ സ്ട്രൈക്കുകൾ, നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സി സ്ട്രൈക്കുകൾ, നിഫ്റ്റിക്കും 2 സി സ്ട്രൈക്ക് ഞാൻ തരാറുണ്ട്, ബാങ്ക് നിഫ്റ്റിക്കും 2 സി സ്ട്രൈക്ക് തരാറുണ്ട് വീക്കെൻഡും മന്തിൻ്റും. അതിൽ വീക്കെൻഡ് എന്ന് പറയുന്നത് ക്രോസ് ചെയ്യും, മിക്കപ്പോഴും ക്രോസ് ചെയ്യും. അങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മന്ത് എൻഡ് ക്രോസ് ചെയ്യില്ല. ഈ റൈഡിങ് പൊസിഷൻസാണ് ചേട്ടാ ഞാൻ പറയുന്നത്. അതായത് മാർക്കറ്റ് ഒരു 1 ഡയറക്ഷൻ മൂവ്മെൻറ്റ് കൊടുക്കുന്ന സമയങ്ങളിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു മോർണിംഗ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡയറക്ഷൻ മൂവ്മെൻ്റ് ആയിരുന്നു, ഒരു സി മൂവ്മെൻറ്റാണ് കണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻസ് വീക്കെൻഡും മന്ത് എൻഡും നോക്കാം. അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അടുത്ത നിഫ്റ്റിയുടെ സി പൊസിഷൻ മന്ത് എൻഡും വീക്കെൻഡും നോക്കുക. അത് ബ്രേക്ക് ചെയ്യാതിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല, മന്ത് എൻഡ് ബ്രേക്ക് ചെയ്തില്ല, വീക്കെൻഡ് ബ്രേക്ക് ചെയ്യുന്നു, മന്ത് എൻഡ് ബ്രേക്ക് ചെയ്യാതെ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു 95% വരെ ഇത് കട്ട് ചെയ്യേണ്ട തന്നെയാണ്. ബാക്കി ഒരു 5% ഉള്ളൂ ഇതിന് മുകളിലേക്ക് പോകാനുള്ള ചാൻസ്. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഇത് പോകുന്നുണ്ട് എങ്കിൽ വീണ്ടും ഒരു റൈഡിങ് പൊസിഷനാണ് വരുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് സി എടുക്കാം. പക്ഷേ സി എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ മന്ത് എൻഡ് പി മാക്സിമത്തിൽ എത്തുന്നവരെ അതും റൈഡ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ അതും അവിടെ നിൽക്കുക. അല്ലെങ്കിൽ അവിടെ വെച്ച് കൺസോൾട്ടേഷൻ കാണിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അവിടെ വെച്ച് നല്ലൊരു റിജക്ഷൻ താഴത്തേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും പിന്നെ അടുത്ത റൈഡിങ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പൊസിഷൻ, പി പൊസിഷൻ മാക്സിമം എൻഡ് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ റൈഡിങ് പൊസിഷൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ മനസ്സിലായില്ലേ ഇന്ന് എന്തുകൊണ്ടാണ് മാർക്കറ്റ് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് നല്ല മൂവ്മെൻറ്റ് മുകളിലേക്ക് കൊടുത്തിരുന്നു. ആ മൂവ്മെൻറ്റ് ഇവിടെ വെച്ച് കട്ടാവാനുള്ള ചാൻസ് എന്താണ്? നിഫ്റ്റിയുടെ സി പൊസിഷൻ മാക്സിമത്തിലെത്തി എന്നുള്ളതാണ് അവിടെ കട്ടാവാനുള്ള ചാൻസ്. അവിടെ നമ്മൾ കട്ട് ചെയ്യേണ്ട പൊസിഷനാണ്. അവിടെ വെച്ചൊരു പി ആക്റ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതാ നോക്ക്, മന്ത് എൻഡും വീക്കെൻഡിൻ്റെയും പി നോക്കിക്കേ.
വീക്കെൻഡ് പി അതേ പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ദെൻ മന്ത് എൻഡ് പിയും ഒരേ പൊസിഷനിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരേ പൊസിഷനിൽ വരുമ്പോൾ വീണ്ടും ഒരു പി ആക്റ്റീവ് ആകാനുള്ള ചാൻസും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ വെച്ച് ആ സി പൊസിഷനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് അടുത്ത ഡയറക്ഷൻ നോക്കണം. ഡയറക്ഷൻ നോക്കിയതിന് ശേഷം അടുത്ത ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അവിടെ വെച്ചിട്ട് വീണ്ടും ഒരു പി ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി ഈ പി ട്രേഡ് എവിടം വരെ റൈഡ് ചെയ്യും? നമുക്കൊരു പി ആക്റ്റീവായി, ഓക്കെ, മനസ്സിലായി. പക്ഷെ ആ പി നമ്മുടെ നിങ്ങൾ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ഈ ഇൻഡെക്സ് നോക്കിയിട്ട് പി എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പി ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ പി നോക്കിക്കേ ഇവിടം വരെയൊക്കെ വരുമെന്ന് കരുതി കാത്തിരുന്നവരായിരിക്കും. സോ അത് റിജക്റ്റ് ചെയ്ത് പോയി. അതുപോലെ നിഫ്റ്റിയും തിരിച്ച് ഇവിടെ വരുമെന്ന് വിചാരിച്ച് കേട്ടോ, ബോൾ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഇവിടം വരെ വരുമെന്ന്. കണ്ടോ, എല്ലാ ഇൻഡെക്സുകളും അങ്ങനെ താഴത്തെ ബോൾ ലൈൻ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ബോൾ ലൈൻ വരുമെന്ന് കരുതി പിഇനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് പി മാക്സിമത്തിൽ എത്താതെ പോയത്? പി മാക്സിമത്തിലേക്ക് വരാതെ പോയത് ഈ ഒരു പൊസിഷൻ കാരണമാണ്. നോക്കുക, നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ സി തിരിച്ച് ഇടിഞ്ഞ് അതിൻ്റെ ബോൾ ലൈനിൽ വന്നിട്ടുണ്ട്. ബോൾ ലൈൻ വരുമ്പോൾ റിജക്ഷനാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ പി കയറി അതിൻ്റെ ബോൾ ലൈൻ വരുമ്പോൾ ഒരു റിജക്ഷൻ വീണ്ടും താഴത്തേക്കുണ്ട്. ദെൻ നോക്കൂ, അതിൻ്റെ മന്തിൻ്റെ വീക്കെൻഡും ഒക്കെ ഏകദേശം അതൊക്കെ തന്നെ. വീക്കെൻഡ് സി അത് തന്നെ, സി ഇടിഞ്ഞ് മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സി ബോൾ ലൈൻ്റെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, തിരിച്ച് അതേ ബോൾ ലൈൻ്റെ അതേ പൊസിഷനിൽ വന്നപ്പോഴത്തേക്കും റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇൻഡെക്സും താഴത്തേക്ക് കാണിക്കാത്തത്. അപ്പോൾ സ്ട്രൈക്കുകളെ നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ അത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ്, ഇവിടുന്ന് വീണ്ടും പി എടുത്തവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ടാകും. കാരണം ഇവിടുന്ന് ഇനി പി പൊസിഷനിൽ ഇവിടെ പി പൊസിഷൻ ഉണ്ടാകാം, പക്ഷേ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. കണ്ടോ, ഈ ഒരു ബോൾ ലൈൻ എന്ന് പറയുന്നത് നല്ല റിജക്ഷൻ പോയിൻ്റാണ്. അവിടുന്ന് വീണ്ടും താഴത്തേക്ക് പി സി ഇടിയുന്നുണ്ടെങ്കിൽ ശരിയാണ്, പി നല്ല രീതിയിൽ മൂവ് ചെയ്ത് ഇവിടത്തേക്ക് ബോൾ ലൈനിലേക്ക് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു ബോൾ ലൈൻ വരുമ്പോൾ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത. നമുക്ക് 2 ബോൾ ലൈൻസാണുള്ളത്. ആ 2 ബോൾ ലൈൻസിലും നമ്മൾ കട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ആ ബോൾ ലൈൻ എത്തുമ്പോൾ കട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടാണ് മറ്റ് സ്ട്രൈക്കുകൾ അവിടെ വെച്ച് ബ്രേക്ക് ആകുന്നത്. കണ്ടോ, മറ്റ് നമ്മളുടെ നിഫ്റ്റിയുടെയൊക്കെ സ്ട്രൈക്കുകൾ തിരിച്ച് വന്ന് ഇവിടം വരെ വരുന്നുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയാണ് ഇവിടെ വെച്ചിട്ട് കട്ടാകുന്നത്. കാരണം ഇത് അടുത്ത എക്സ്പയറി എന്ന് പറയുന്നത് ഫിൻ നിഫ്റ്റിയുടെയാണ്. അപ്പോൾ ഫിൻ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ സ്ട്രൈക്കുകൾ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്, അടുത്ത എക്സ്പയറി വരുന്ന സ്ട്രൈക്കുകൾ. സോ അത് ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും റിജക്ഷൻ പോയിൻ്റാണ്. ആ റിജക്ഷൻ പോയിൻ്റ് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. നമ്മളുടെ നിഫ്റ്റി ആ റിജക്ഷൻ പോയിന്റിൽ നിന്ന് കണ്ടത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നിഫ്റ്റി ഒരു റിജക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബോൾ ലൈൻ വരുമ്പോൾ ഒരു റിജക്ഷനാണ്, അതുകൊണ്ട് അവിടെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ താഴത്തേക്ക് പോന്നിട്ടുണ്ട്. താഴത്തേക്ക് പോന്നപ്പോഴത്തേക്ക് വീണ്ടും അപ്പം നമുക്കൊരു വീണ്ടും പിക്കുള്ളൊരു സ്കോപ്പാണ്. പക്ഷേ ആ രണ്ടാമത്തെ ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റി എൻ്റെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു കട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണത്. വീണ്ടും അത് താഴത്തേക്ക് പോന്നാൽ മാത്രമേ ഇനിയൊരു പി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നല്ലൊരു ഇവിടെ വെച്ചിട്ട് സി കട്ടായി പോകാനുള്ള കാരണം മാക്സിമം സി ലെവൽ എത്തിയത് കൊണ്ടാണ്. അതായത് നിഫ്റ്റിയുടെ, അതായത് നമ്മൾ ബാങ്ക് നിഫ്റ്റി മാത്രം നോക്കിയാൽ പോരാ, ഈ 8 ഗ്രാഫുകളും വളരെ നന്നായിട്ട് തന്നെ നോക്കേണ്ടതാണ്. ഈ 8 ഗ്രാഫുകളും അതിൻ്റെ മാക്സിമം പോയിൻ്റ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ വെച്ച് റിജക്ഷൻ സംഭവിക്കും. അത് രണ്ടിനും, ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിലും നിഫ്റ്റിക്കാണെങ്കിലും. സോ ഈ 8 ഗ്രാഫുകളെ ഒരുപോലെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ട്രേഡിലേക്ക് എൻട്രി ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് പി കട്ടാകുന്നു, കാരണം തിരിച്ചതിൻ്റെ ബോൾ ലൈനിൽ വരികയാണ്. പി കട്ടായി, പിന്നീട് ഒന്നെങ്കിൽ തിരിച്ച് വീണ്ടും സി പോകാം, ഇല്ലെങ്കിൽ ഇതുപോലെ കൺസോൾഡേറ്റ് ചെയ്യാം. അങ്ങനെ കൺസോൾഡേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കൊരു സി പൊസിഷൻ ആയിരുന്നു. കാരണം നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയൊക്കെ അത് ബോൾ ലൈന് മുകളിൽ, സി നോക്കിയ ബോൾ ലൈന് മുകളിൽ ഓപ്പൺ ആകുകയും നിഫ്റ്റിയും അതുപോലെ ബോൾ ലൈന് മുകളിലായിട്ട് ഓപ്പൺ ആവുകയും തിരിച്ച് റൈഡിങ് പൊസിഷൻ, ഇത് 2 സി പൊസിഷൻസും ബ്രേക്ക് ചെയ്തു. ഇത് അതിൻ്റെ സി പൊസിഷൻ ബ്രേക്ക് ചെയ്തു, ഇത് അതിൻ്റെ മാക്സിമത്തിൽ വന്നിട്ടാണ് എൻഡ് ചെയ്തത്. അപ്പോൾ ഈ മാക്സിമത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ്, അതായത് ഇപ്പോൾ അടുത്ത എക്സ്പയറി എന്ന് പറയുന്നത് നമ്മളുടെ മിഡ് ക്യാപ്പ് നിഫ്റ്റിയായിട്ട് ഇത് നമ്മളുടെ ബോൾ ലൈൻ സ്ട്രാറ്റജി അത്ര മാച്ചല്ല. അതുകൊണ്ട് മിഡ് ക്യാപ്പിന് ഇന്ന് എക്സ്പയറി ആണെങ്കിൽ പോലും മിഡ് ക്യാപ്പുമായിട്ട് ഇത് മാച്ച് ചെയ്ത് നിങ്ങൾ നോക്കണ്ട. ഈ ഒരു ലെവൽസ് അവിടെ അത്രയും മാച്ചായിട്ട്, ചില ദിവസങ്ങളിൽ ഒട്ടും തന്നെ മാച്ചായിട്ട് ഞാൻ കാണുന്നില്ല. നമുക്ക് നിഫ്റ്റിയിൽ, ബാങ്ക് നിഫ്റ്റിയിൽ, അതുപോലെ ഫിൻ നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യാൻ, സെൻസെക്സിലും ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ ഈ ബോൾ ലൈൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഫിൻ നിഫ്റ്റിയിൽ ട്രേഡ് എടുത്ത ഒരാളുടെ നമ്മളുടെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാവരും എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കാറില്ല, വളരെ ചുരുക്കം ചിലർ മാത്രമാണ് ഡെയിലി ട്രേഡ് ചെയ്യുന്ന എല്ലാ ദിവസങ്ങളും സ്ക്രീൻഷോട്ട് ഇട്ട് തരാറുള്ളത്. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഇട്ട് തരാറുണ്ട്.
അപ്പോൾ ഇന്ന് അതേ ആൾ ഈ 15 മിനിറ്റ്സ് നോക്കിയതിന് ശേഷം ഇതൊരു സി ട്രേഡ് ആണെന്ന് മനസ്സിലാക്കുകയും കൃത്യമായിട്ട് ഈ ഒരു പൊസിഷനിൽ അതിനെ എൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്ത ഒരാളുടെ സ്ക്രീൻഷോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു എമൗണ്ട് ഇട്ട് ചെയ്തൊരു സ്ക്രീൻഷോട്ടാണ്. നോക്കോളൂ, കണ്ടോ? ബൈയിങ് പ്രൈസ് 6.25 വാങ്ങിക്കുകയും സെല്ല് 26 രൂപയ്ക്ക് അതിനെ സെല്ല് ചെയ്യുകയും ചെയ്തിട്ടാണ്. അതായത് ഒരു 300% എബോ റിട്ടേൺ. അതായത് ചെറിയ ഒരൊറ്റ ലോട്ടേ ഉള്ളൂ. അത് 6 രൂപയുടെ ഒറ്റ ലോട്ടെന്ന് പറയുന്നത്, നിഫ്റ്റിയുടെ ഒറ്റ ലോട്ടെന്ന് പറയുന്നത് എത്രയാണ്? 156 രൂപയേ ഉള്ളൂ. ആ 156 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് പ്രോഫിറ്റായിട്ട് മാത്രം കിട്ടിയിരിക്കുകയാണ് 493 രൂപ പ്രോഫിറ്റ്. അതായത് 300% റിട്ടേൺ. നിങ്ങളൊരു 1000 റുപ്പീസാണ് ഇട്ടെങ്കിൽ പോലും 3000 റുപ്പീസ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. അതെന്തുകൊണ്ട് കിട്ടി? കറക്റ്റായിട്ട് ആദ്യത്തെ 15 മിനിറ്റ്സിൽ വെയിറ്റ് ചെയ്ത് നോക്കുകയും അതൊരു സി ട്രേഡ് ആണെന്ന് മനസ്സിലാക്കുകയും ആ സി ട്രേഡിനെ റൈഡ് ചെയ്യുകയും ചെയ്തത് കൊണ്ടാണ്. റൈഡ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലൈൻസ് വേണം. ഈ ലൈൻസ് ഉണ്ടെങ്കിൽ മാത്രമേ റൈഡിങ് പൊസിഷൻ ഏതാണെന്ന് മനസ്സിലാക്കാനും അവിടെ വെച്ചിട്ട് അതിനെ എൻഡ് ചെയ്യിക്കാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ ഇന്നത്തെ സെൻസെക്സിൻ്റെ ഗ്രാഫാണിത്. സെൻസെക്സും ഇതിനകത്ത് 15 മിനിറ്റ്സിൽ മുകളിൽ തന്നെ, ബോൾ ലൈന് മുകളിൽ തന്നെയാണ് നിന്നത്. അതും നമുക്കൊരു മൂവ്മെൻ്റ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഫിൻനിഫ്റ്റിയുടെ ചാർട്ട് നോക്കി. ഫിൻനിഫ്റ്റിയുടെ ചാർട്ട്, അതായത് അടുത്ത എക്സ്പയർ ഫിൻനിഫ്റ്റി ആയതുകൊണ്ട് ഫിൻനിഫ്റ്റിയുടെ ചാർട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. കണ്ടോ, ഒരു 5 രൂപയുടെ പൊസിഷൻ തന്നെ പോയിട്ടുള്ളത് 70 രൂപയ്ക്കാണ്. അതായത് എന്താണ്, 1000% എബോ റിട്ടേൺ പോയിട്ടുണ്ട്. അതായത് ഒരു 10x നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? റിട്ടേൺ വന്നിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ റൈഡിങ് പൊസിഷൻസ് കണ്ടുപിടിക്കുന്നത്. മാർക്കറ്റ് റൈഡ് ചെയ്യുകയാണോ എന്ന് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയായിരിക്കും. വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ഫ്രൈഡേയിലൊരു ചാർട്ട് കൂടെ കാണിച്ചു തരാം. ഫ്രൈഡേ സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു അല്ലേ? ഇതുപോലെ തന്നെയാണ് ഫ്രൈഡേയും വർക്ക് ചെയ്തത്. പക്ഷേ വൺ ഡയറക്ഷൻ മൂവ്മെൻ്റ് ആയിരുന്നു. അവിടെ റിജക്റ്റ് ചെയ്തിട്ടില്ല. കാരണവും ഉണ്ട്, നോക്കിക്കോളും. ഇന്ന് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇവിടെ വെച്ച് നമ്മുടെ മോർണിംഗ് സെക്ഷനിൽ വെച്ച് തന്നെ ഇത് മാക്സിമത്തിലെത്താണ് ചെയ്തത്. ഇത് മാക്സിമം ലെവലിലെത്തി. പക്ഷേ കഴിഞ്ഞ ഫ്രൈഡേയിലെ പ്രശ്നം അങ്ങനെയല്ല. കഴിഞ്ഞ ഫ്രൈഡേയിൽ ഇതുപോലെ നമ്മളുടെ സെൻസെക്സ് അതിൻ്റെ ലെവൽസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. ദെൻ നമ്മളുടെ ഇൻഡെക്സുകളും ഇതുപോലെ തന്നെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ വെച്ചിട്ട് നമ്മളുടെ ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോകുന്നുണ്ട്. നമ്മളുടെ നിഫ്റ്റി 50 മുകളിലേക്ക് പോകുന്നുണ്ട്. ദെൻ ഫ്യൂച്ചറും അതുപോലെ തന്നെ ഈ ഒരു ലെവലിലേക്ക് വെച്ചു. ഫ്യൂച്ചറും അതുപോലെ തന്നെ നമ്മളുടെ ഫിൻനിഫ്റ്റിയുടെ ഇൻഡെക്സും മുകളിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്ട്രൈക്കിലേക്ക് നോക്കണം. സി ആണ് പൊസിഷൻ കാണിച്ചത്. അതുപോലെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻ നോക്കിക്കുക. ബാങ്ക് നിഫ്റ്റി സി പൊസിഷൻ മുകളിലേക്ക് കയറുന്നു, ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് വീണ്ടും ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം ബോൾ ലൈനിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത് അല്ലേ, സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. സോ ഇവിടുന്ന് ഒരു സി പൊസിഷൻ ആക്റ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നമ്മളുടെ വീക്കെൻഡും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അവിടുന്ന് സി പൊസിഷൻ ആക്റ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാ ഈ പൊസിഷൻ കാണാമോ? ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടാണ് ഇത് സി പൊസിഷൻ ആക്റ്റീവ് ആകാനുള്ള ചാൻസ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ വീക്കെൻഡും മന്തെൻഡും അതുപോലെ തന്നെ നിൽക്കണം. ബോൾ ലൈൻ മുകളിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സി പൊസിഷന് ചാൻസ് നമുക്ക് അവിടെ കാണാം. പി പൊസിഷനാണ് അതേസമയം ബോൾ ലൈൻ താഴത്തേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ പി പൊസിഷൻ ഇനി ഇടിയാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഈ സമയങ്ങളിൽ പി പൊസിഷൻ താഴത്താണ്, ബോൾ ലൈൻ താഴത്താണ് നിൽക്കുന്നത്. അപ്പോൾ സിക്ക് തന്നെയാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. നമ്മൾ നിഫ്റ്റിയുടെ സി നോക്കുകയാണെങ്കിൽ തന്നെ നിഫ്റ്റിയുടെ സിയും മന്തെൻ്റെ സി അതേസമയം മുകളിൽ ഏറ്റവും മുകളിലത്തെ ലെവലിൽ വന്നിട്ട്, അതായത് ഈ ലെവലിൽ വരുമ്പോൾ താഴത്തേക്ക് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഏറ്റവും മുകളിൽ വന്ന് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, റിജക്റ്റ് ചെയ്യുന്നില്ല, അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണ്. ദെൻ നിഫ്റ്റിയുടെ സി ആണെങ്കിൽ നമ്മളുടെ വീക്കെൻഡ് സി ആണെങ്കിൽ മുകളിലേക്ക് പോയി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ക്രോസിങ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇതിനൊരു എൻഡ് ഉണ്ടല്ലോ, അതായത് റൈഡിങ്ങിന് ഒരു എൻഡ് ഉണ്ട്. അത് നമ്മൾ സി ആണെന്ന് കരുതി സി എടുത്തു വെച്ചു. നിഫ്റ്റിയിൽ നിങ്ങൾ സി എടുത്ത് വെച്ചിരുന്ന കഴിഞ്ഞ ദിവസം സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. സെൻസെക്സിൽ നിങ്ങളൊരു സി എടുത്ത് വെച്ചു. അപ്പോൾ സിയിൽ നിങ്ങൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് റൈഡിങ് പൊസിഷനുണ്ട്, അതിനപ്പുറത്തേക്ക് റൈഡ് ചെയ്യില്ല. അപ്പോൾ നോക്കിക്കേ, നമ്മൾ നിഫ്റ്റിയുടെയാണ് ആദ്യം ബ്രേക്ക് ചെയ്തത്. നിഫ്റ്റിയുടെ സി പൊസിഷൻ വീക്കെൻഡ് സി ബ്രേക്ക് ചെയ്തു. ദെൻ മന്തിൻ്റെ സി മാക്സിമത്തിൽ വന്ന് നിൽക്കുന്ന ഒരു ടൈമാണ് ആ സമയം. പക്ഷേ വീക്കെൻഡ് പി ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ദെൻ മന്തിൻ്റെ പി ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നൊരു ടൈമാണ് ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ നോക്കണം, ചാടി കയറി ട്രേഡിലേക്ക് എൻട്രി ചെയ്യില്ലേ. കാരണം ഇവിടെയൊക്കെ കണ്ട ബ്രേക്ക് വരുന്ന സ്ഥലമാണ് ഇത്. അവിടെ ഒരു റിജക്ഷൻ ഏരിയ ആണത്, അവിടെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് പീക്കുള്ള ചാൻസാണ് ഉള്ളത്. ഇനിയിപ്പോൾ സി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യണം. പി ആണോ സി ആണോ അവിടെ ആക്റ്റീവ് ആകാൻ പോകണമെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതാ നോക്കാം, സി ആണ് ആക്റ്റീവ് ആയത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
അത് ഇവിടെ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ ഇനി ഈ സ്ട്രൈക്കർ നോക്കിയിട്ട് കാര്യമില്ല, ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകും. ഇവിടുത്തെ പി പൊസിഷന് താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇനി റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി ഏതെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അത് നോക്കാം നമുക്ക്. ബാങ്ക് നിഫ്റ്റി ഇതാ ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നു. കണ്ട, ഈ ഒരു പൊസിഷൻ വരെ വന്നിട്ടുള്ളൂ. ബാങ്ക് നിഫ്റ്റിയുടെ ബാക്കി 2 സ്ട്രൈക്കുകളും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പിയും സിയും ഒക്കെ. പക്ഷേ ഈ 2 സ്ട്രൈക്കുകൾ ബ്രേക്ക് ചെയ്യാതെ അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലെവലൊക്കെ ആയിരുന്നു ആദ്യത്തെ എന്താ കണ്ട, ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ അവിടെ കൺസോൾട്ടേഷൻ സംഭവിക്കുന്നുള്ള കാരണം എന്താണ്? ബാങ്ക് നിഫ്റ്റിയുടെ ലാസ്റ്റത്തെ 2 സ്ട്രൈക്കുകളും അവിടെ വെച്ച് സസ്റ്റെയിൻ ചെയ്യുന്നു. ആ ഒരു പൊസിഷൻ ആയതുകൊണ്ടാണ് അത് ബ്രേക്ക് ചെയ്യാത്തത്, അവിടെ വെച്ച് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അവിടം വരെ ഉണ്ടാവുള്ളൂ അന്നത്തെ റൈഡിങ് പൊസിഷൻ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ റൈഡിങ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഈ തരുന്ന ഈ 8 ഗ്രാഫിനപ്പുറത്തേക്ക് അത് പോവാറില്ല. ഇവിടെ വെച്ച് എന്തായാലും നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് വീണ്ടും പോകുകയാണെങ്കിൽ വീണ്ടും എടുക്കാം. അങ്ങനെ ഒരു 3 എൻട്രികൾ നമുക്ക് എടുക്കാം ഒരു ദിവസം. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവിടെ വെച്ചിട്ട് ഒരു സി പൊസിഷൻ എൻട്രി കട്ട് ചെയ്യേണ്ടി വരും. വീണ്ടും ഇവിടുന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രം വീണ്ടും സി എടുക്കുക. സി എടുത്താൽ അടുത്ത കട്ടിങ് ലെവലാകുമ്പോൾ വീണ്ടും കട്ട് ചെയ്യേണ്ടി വരും. വീണ്ടും അവിടുന്ന് താഴത്തേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ സി പൊസിഷൻ വീണ്ടും മുകളിലേക്ക് കയറുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് വീണ്ടും എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ മാക്സിമം ലൈൻസൊക്കെ കട്ടിങ് ഏരിയയാണ്, അവിടെ വെച്ച് കട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്കുകളുടെ ഗ്രാഫ് വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.